പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതരാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പഴയ കാലങ്ങളിൽ ശരീരത്തെ തിന്മയാണെന്ന് ആളുകൾ തെറ്റായി മനസ്സിലാക്കുകയും ശരീരത്തെ മുൾച്ചാട്ടകൾ കൊണ്ട് അടിക്കുകയും ശരീരത്തെ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടത്തിവിടുകയും രുചികരമായ ഭക്ഷണത്തിൽ പോലും ചാരം വിതറിയോ ഉപ്പ് അധികമായി വിതറിയോ അത് കഴിക്കുകയും അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതി പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ബൈബിൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇത്തരം ഭക്തികളെ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മാത്രമല്ല എതിർക്കുക കൂടി ചെയ്യുന്നു. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ശരീരത്തിലുള്ള ജഡിക പ്രവണതകളെയാണ് നാം എതിർക്കേണ്ടത്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് 1 കോറിന്തോസ് 3:16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ശരീരത്തിലെ ദുർവാസനകളെയാണ് നാം എതിർക്കേണ്ടത്. എതിർക്കേണ്ടതോ ദൈവത്തിൻ്റെ വചനം, ഉപവാസം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശരീരത്തിൻ്റെ പ്രവണതകളെ എതിർക്കേണ്ടത്. അല്ലാതെ ശരീരത്തെ പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോസ്തലനായ പൗലോസിന് ശരീരത്തെക്കുറിച്ചുള്ള മനോഭാവങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ പാപത്തിൻ്റെ ഉപകരണങ്ങളാക്കരുത്, പിന്നെയോ നീതിയുടെ ആയുധങ്ങളാക്കണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശരീരത്തെയും ശരീരത്തിൻ്റെ അവയവങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കാലത്ത് പാപത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിനെ നീതിയുടെ ആയുധങ്ങളാക്കി സമർപ്പിക്കണം. ഒരുപക്ഷെ നാവ് കൊണ്ട് വിലകെട്ട കാര്യങ്ങൾ പറയുന്നവരാണെങ്കിൽ കർത്താവിനറിഞ്ഞ അവരുടെ നാവും അധരവും ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും നല്ല വാക്കുകൾ പറയാൻ വേണ്ടി സമർപ്പിക്കണം. ഒരു കാലത്ത് കാതുകൾ കുറ്റം കേൾക്കാനാണ് സമർപ്പിച്ചതെങ്കിൽ ഇന്നതിനെ ദൈവസ്വരം കേൾക്കാൻ വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ കൈകളും കാലുകളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ കർമ്മേന്ദ്രിയങ്ങളും കർത്താവിന് പ്രിയങ്കരങ്ങളായ ഉപകരണങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിൽ സമർപ്പിക്കണം. അതുകൊണ്ട് ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുക എന്ന് പറയുമ്പോൾ ശരീരത്തെ പീഡിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല അപ്പോസ്തലൻ പറയുന്നത്. അദ്ദേഹം ഉപവസിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആഴപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെതായ ആ ജഡിക പ്രവണതകളെ കർത്താവിൻ്റെ തിരുമുറവുകളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജഡിക പ്രവണതകളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ആഴപ്പെടാം. ദൈവവചന പാരായണത്തിലും ഉപവാസ പ്രാർത്ഥനയിലും നമ്മുടെ ഹൃദയത്തെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ടും ദൈവിക ചിന്തയിൽ നമുക്ക് മുഴുകാം. അങ്ങനെ ഈ ജഡിക പ്രവണതകളിൽ നമുക്ക് വിമുക്തി നേടാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.